ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് സ്ക്രബാണ് കേട്ടോ. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന ഒരു സ്ക്രബാണിത്. നമ്മൾ സ്ത്രീകൾ മെയിനായിട്ടും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ അണ്ടർ ആംസിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഏരിയാസിലും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു ഡാർക്ക് കളറ്. നമ്മൾ നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യുന്ന കെമിക്കൽ അടങ്ങിയിട്ടുള്ള സ്കിൻ ലൈറ്റനിങ് പ്രോഡക്റ്റ്സ് ഒന്നും ഒരിക്കലും നമ്മുടെ അണ്ടർ ആംസിലോ പ്രൈവറ്റ് ഏരിയാസിലോ ഒന്നും യൂസ് ചെയ്യരുത്. അത് നമുക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിട്ടായിരിക്കും ബാധിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തിനെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് വരും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യരുത്. അപ്പോൾ ഇങ്ങനത്തെ അവസരത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എപ്പോഴും ഹോം റെമഡീസാണ്. അതിൽ ഏറ്റവും നല്ലതാണ് സ്ക്രബ്. നമ്മൾ സ്ക്രബ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്കിന്നിലുള്ള ഡാർക്ക്നെസ് എന്ന് പറയുന്നത് ഡെഡ് സ്കിൻ സെൽസിൻ്റെയാണ്. അപ്പോൾ ആ ഒരു ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ആക്കിയിട്ട് പുതിയ സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടായിട്ട് വരാൻ സഹായിക്കും. അതുകൊണ്ട് സ്കിന്ന് കുറച്ചും കൂടെ ബ്രൈറ്റ് ആവും. പിന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റാനും സ്കിന്ന് കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനും ഒക്കെ സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഈ ഒരു സ്ക്രബ് ചെയ്യാവുന്നതാണ്. നമ്മൾ കെമിക്കലായിട്ടുള്ള ഒന്നും തന്നെ ഈ ഒരു സ്ക്രബിൽ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിൽ മാത്രമല്ല, ഇപ്പോൾ കൈകാലുകൾ നിറം വയ്ക്കാനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു സ്ക്രബ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരൊറ്റ യൂസ് തന്നെ ഭയങ്കര മാറ്റമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ചെറിയ രീതിയിലൊക്കെ ആയിരിക്കും വ്യത്യാസം വരുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലം യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഒരു 2 ആഴ്ച ഗ്യാപ്പിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റം തന്നെ കിട്ടുന്നതാണ്. പൊതുവെ നമ്മുടെ ബാക്കിയുള്ള സ്കിന്നിനെ അപേക്ഷിച്ച് നമ്മുടെ പ്രൈവറ്റ് ഏരിയാസൊക്കെ കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുന്നതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ വജൈനൽ ഡിസ്ചാർജ്, ഹോർമോണൽ ഇംബാലൻസ്, ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ആ ഒരു ഏരിയ കുറച്ചൊരു ഡാർക്കായിട്ടിരിക്കുന്നത്. ഇതൊന്നുമല്ലാതെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന പാഡിൻ്റെ കാര്യത്തിലുണ്ട്. അപ്പോൾ ഒരു നല്ല ക്വാളിറ്റിയുള്ള പാഡൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അതുവഴി ഉണ്ടാകുന്ന റാഷസും പിന്നെ ഉണ്ടാകുന്ന ഡാർക്ക്നെസ്സും ഒക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് അലോവേരയാണ് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള അലോവേര തന്നെ നമുക്ക് വേണം. റെഡിമെയ്ഡായിട്ട് നമ്മൾ ബോട്ടിൽ വാങ്ങിക്കുന്ന അലോവേര ജെല്ലല്ല നമുക്ക് ഈ ഒരു സ്ക്രബ് ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു കഷ്ണം ഫ്രഷ് ആയിട്ടുള്ള അലോവേര എടുക്കുക. അത് നന്നായിട്ട് കഴുകി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കറ കൊണ്ട് നമുക്ക് കുറച്ചൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടുള്ള ആ മുള്ളു പോലെയുള്ള ഭാഗം ഒന്ന് ചെത്തിക്കളയണം. പിന്നെ ഒരു ഭാഗത്ത് തൊലി നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ഒരു സ്മൂത്ത് ആക്കാനൊക്കെയാണ് നമ്മൾ ഇത് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു കത്തി വെച്ചിട്ട് ഞാൻ ഈ ഒരു അലോവേര ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അലോവേരയുടെ ജെല്ല് മുഴുവനായിട്ടും തന്നെ നമുക്ക് കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് സ്ക്രബ് ചെയ്യാനുള്ള എളുപ്പത്തിനും സ്ക്രബൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് വരയിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് സ്ക്രബിനുള്ള മിക്സ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ കടലമാവാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ സ്കിന്നിന് കടലമാവ് പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കടലമാവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് അരിപ്പൊടി എടുക്കാം കേട്ടോ. ഇത് കടലമാവ് തന്നെ വേണം നിർബന്ധമില്ല. അരിപ്പൊടിയും കടലമാവും ഒക്കെ ആകുമ്പോൾ അതിൽ കുറച്ചൊരു തരിതരിപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു തരിതരിപ്പ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ആവുന്നതും ആ ഒരു ഡാർക്ക് കളറൊക്കെ പോയി കിട്ടുന്നതും. അപ്പോൾ ഒന്നുകിൽ കടലമാവ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കുക. അരിപ്പൊടി വറുത്തതും വറുക്കാത്തതും ഒക്കെ എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് കാപ്പിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടിനേക്കാളും മറ്റേ കാപ്പിപ്പൊടി, സാധാ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. 1 സ്പൂൺ അളവ് തന്നെയാണ് കാപ്പിപ്പൊടിയും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേറെയും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആ ഒരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടാനാണ്. നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി സ്മൂത്ത് ആക്കാനും നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ അഴുക്കുകളും നന്നായിട്ട് തന്നെ റിമൂവ് ആക്കാനും ഒക്കെയാണ് നമ്മളിവിടെ പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഒരു സ്പൂൺ അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ നല്ലതാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഗ്ലിസറിൻ ഒരു നല്ല മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാൻ നല്ലതാണ്, സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താൻ നല്ലതാണ്, കറുത്ത പാടുകൾ മാറിക്കിട്ടാനൊക്കെ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒന്നും നിങ്ങളുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു ഗ്ലിസറിന് എന്തെങ്കിലും റോസ് വാട്ടറോ ആയിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഒരു ടീസ്പൂൺ അളവിൽ ഗ്ലിസറിനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് നന്നായിട്ടൊന്നും മിക്സായി കിട്ടില്ല, എന്നാലും ഗ്ലിസറിനൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഗ്ലിസറിനൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾ വെളിച്ചെണ്ണയൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ നിങ്ങളുടെ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഏത് ഓയിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വൈറ്റമിൻ ഇയുടെ ഓയിലാണെങ്കിലും അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ സ്ക്രബ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്യുന്നതൊക്കെ നോക്കാം. പിന്നെ ഏതൊരു കാര്യവും നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് പറ്റുന്നത് പറ്റാത്തത് എന്നൊക്കെയുള്ളത് നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അലോവേര എടുക്കുക. എന്നിട്ട് ഈ ഒരു സ്ക്രബിൻ്റെ മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു അലോവേരയിലായിട്ട് അതിങ്ങനെ പറ്റി പിടിച്ചോളും. അത് വെച്ചിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ചൊരു തരിതരിപ്പുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്നിലേക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതിനാണ് പറയുന്നത്. അപ്പം നമുക്കിത് വെച്ച് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്ക്രബ് നല്ലപോലെ വർക്കായി കിട്ടാൻ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന ഭാഗം ഒന്ന് നനച്ച് കൊടുക്കുന്നത് നിർബന്ധമാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. ഇപ്പം നിങ്ങളുടെ അണ്ടർ ആംസിലും പ്രൈവറ്റ് ഏരിയാസിലും ഒക്കെ നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം ഒന്ന് നനച്ച് കൊടുക്കുന്നത് നല്ലതാണ്. എന്നാലേ നമ്മുടെ ആ ഒരു അഴുക്കെല്ലാം ഫുള്ളായിട്ട് തന്നെ റിമൂവ് ആയിട്ട് വരുള്ളൂ. അപ്പം ഞാനിവിടെ കയ്യിലാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. കൈ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അലോവേര വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്ക്രബൊക്കെ നമ്മൾ പതുക്കെ മാത്രം ചെയ്യുക. നല്ല സ്പീഡിൽ റഫായിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ സ്ക്രാച്ചസ് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം കിട്ടിയിട്ടുള്ള ആ ഒരു ബ്രൈറ്റ്നസ് പോയിട്ട് പിന്നെയും കുറച്ചും കൂടെ വേഗത്തിൽ ആ ഒരു ഡാർക്കായിട്ട് പോകും. അതുകൊണ്ട് പതുക്കെ മാത്രം മസാജ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു സ്ക്രബ് തന്നെ നമുക്ക് മുഖത്തും ചെയ്യാം, പക്ഷേ ഒരൊറ്റ വ്യത്യാസം മാത്രം വരുത്തിയാൽ മതി. നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള പഞ്ചസാരയൊന്ന് പൊടിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കടലമാവൊക്കെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കാനും നല്ല സ്മൂത്ത് ആക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ കോഫി പൗഡറും അങ്ങനെ തന്നെയാണ്. ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും അതുവഴി നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാനും ബ്രൈറ്റ്നസ് ഉണ്ടാവാനും ആ ഒരു കറുപ്പ് കളറൊക്കെ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അലോവേര നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് സ്മൂത്ത് ആക്കും, കുറച്ചും കൂടെ മോയ്സ്ചർ ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഗ്ലിസറിൻ്റെ യൂസ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്ക്രബ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ ചുരുങ്ങിയത് ഒരു 5 മിനിറ്റെങ്കിലും ഇത് വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ പതുക്കെ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ക്രബ് കഴുകിയെടുക്കാം. ഉടനെ തന്നെ കഴുകേണ്ട, ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കഴുകിയാൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു സ്ക്രബ് വാഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഒരൊറ്റ യൂസ് കൊണ്ട് തന്നെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ആ ഒരു റഫ്നെസ് ഒക്കെ മാറിയിട്ട് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്.
പ്രൈവറ്റ് ഏരിയാസും നമ്മുടെ അണ്ടർ ആംസും അതുപോലെ തന്നെ കൈ കാലുകളും ഒക്കെ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സ്ക്രബാണ് ഇന്ന് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്